ഹലോ അസ്സലാമലൈക്കും. എവിടെ എല്ലാവരും പോരീട്ടാ. അപ്പം നമ്മുടെ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേട്ടാ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലൊന്ന് ലൈക്ക് അടിച്ചിട്ട് പോണേ. ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുക്കണം കേട്ടാ. അപ്പം എല്ലാവരും ഒന്ന് കണ്ടോട്ടെ. എന്താ വെച്ചാൽ നമ്മൾ ഒന്നുമില്ലെങ്കിലും എന്നും ഇറച്ചി മീനും ആണെന്നൊന്നും വിചാരിച്ചിരിക്കണ്ട ആരും. എല്ലാവരുടെ വീട്ടിലും ഇപ്പോൾ എന്നും ഇറച്ചി മീനൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പം നമ്മൾ ഇടക്കിടക്കൊക്കെ ഇങ്ങനെയൊക്കെ ഓരോരോ കൂട്ടാനുകളൊക്കെ ഉണ്ടാക്കുക. അപ്പം അന്ന് നാടൻ കൂട്ടാനൊക്കെയാണ് ഉച്ചയ്ക്ക് പരിപാടി. അപ്പം അതിന് ഒരുങ്ങിയിരിക്കുകയാണ്. അപ്പം നമ്മളവിടെ വീട്ടിൻ്റെ മുറ്റത്ത് തന്നെ ഉണ്ടായതാണ്. ഇതൊരു മണത്തക്കാളി ചീരയാണ് കേട്ടോ. അപ്പം എന്തായാലും ഒരു മുരട് നല്ല ഉണ്ടായി വന്നിട്ട് നല്ല പൗത്ത തക്കാളി ഉണ്ടായിമേ. അത് കുറേ കുരു പറിച്ച് തിന്നും ചെയ്ത് ബാക്കിയുള്ളത് കുരും പൂവും ഒന്നായിട്ട് എടുത്തുകൊണ്ട് നമ്മളിന്നൊരു ഉപ്പേരിയും കറിയും എല്ലാം കൂടെ ഉണ്ടാക്കാൻ പോവാണ്. അപ്പം ഇങ്ങനെയൊക്കെ നമ്മളെ വീട്ടിൻ്റെ മുറ്റത്ത് ഉണ്ടായിക്കാണ്ടൊക്കെ നമ്മൾ തൊടുവിലൊക്കെ ഉണ്ടായാലും ഇങ്ങനെയൊക്കെ ഒന്ന് പറിച്ചുണ്ടാക്കി തിന്നുമ്പോൾ ആ ഒരു ടേസ്റ്റും ഇതൊക്കെ വേറെ തന്നെയല്ലേ. എനിക്കങ്ങനെയാണ്. അത് നമ്മൾ ഫ്രഷ് ആയിട്ടാണ് പറിച്ചുകാണ്ട് മരുന്നും വളമൊന്നും ഇല്ലാത്തതല്ലേ. അപ്പം അതൊക്കെ പറിച്ചുകാണ്ട് ഉപ്പേരി ഉണ്ടാക്കാമെന്നും പറഞ്ഞതാ കുറേ കിട്ടിയിരിക്കണം കേട്ടോ ഒരു മുരടുമ്പം തന്നെ. അപ്പോൾ ഇതാ തോനുണ്ട്. അപ്പം ഇനി അതൊക്കെ ഒന്ന് നേരാക്കി എടുത്ത് ക്ലീൻ ചെയ്യാം. അപ്പോൾ ഇതാ നമ്മളെ റോസൊക്കെ ഇതാ കുറേയൊക്കെ വന്ന് ഇനിയിപ്പോൾ ഒക്കെ കട്ട് ചെയ്യാനായിക്കണ്. കാറ്റായിട്ടൊക്കെ പൂവ് നിൽക്കണില്ല, ഒക്കെ കൊയിഞ്ഞാടി പോവണ് ഇതളിങ്ങനെ. നല്ല കാറ്റാണ് കേട്ടോ. നല്ല കാറ്റുണ്ട്, അതിനനുസരിച്ചുള്ള തണുപ്പുണ്ട്. ഇനിയിപ്പോൾ ഒക്കെ വിള്ളലും പൊട്ടലൊക്കെ ആയി തുടങ്ങിയില്ലേ. ഇതണ്ടിയില്ലേ എന്താ മണം എന്നറിയാം. എടുത്തു കൂടെ പോകുമ്പോഴത്തേന് പന്നീറാണ് കേട്ടോ. നല്ല മണമാണത്. ഇത് പിന്നെ കുറേ ക്ലീൻ ആക്കാനൊന്നുമില്ല, തണ്ട് മാത്രം ഒഴിവാക്കാനേ ഉണ്ടാവുള്ളൂ. ഇതിൻ്റെ കായും പൂവും ഇലയും എല്ലാം എടുക്കൂട്ടോ, തണ്ട് മാത്രമേ ഒഴിവാക്കുള്ളൂ. എന്താ വെച്ചത് നമ്മൾ വിഷവും മരുന്നൊന്നും അടിക്കാത്തതല്ലേ. എന്തില്ലേ ഇനിയിപ്പോൾ ഇതും ഇല്ല. ഇത് നമ്മളെ മുയലാൾക്കാണ് കൊടുത്ത ഓല അതാണ്ട് തിന്നും. അപ്പം ഇങ്ങനെയാണ് ഞാൻ ചെയ്യൽ. അപ്പോൾ അതൊക്കെ റെഡിയാക്കി കഴുകി വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് ഇങ്ങനെ നമ്മൾ ചീര ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ ഒരു 2 വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ഇട്ടാൽ മതി. പച്ചമുളകും ഇട്ടിട്ട് ഇങ്ങനെ വെളിച്ചെണ്ണയിൽ എല്ലാം മൂപ്പിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് ആ കുറച്ച് ചെറിയുള്ളിയും കൂടെ ഇട്ട് കൊടുക്കണം. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചീരക്കൊക്കെ ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ് ആ ചീര ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഉപ്പിട്ട് കണ്ട നല്ല വഴറ്റിയതിൻ്റെ ശേഷം ഞാനിതാ നമ്മളെ മൺതക്കാളി ചീര വലിയ ഇല മാത്രമേ ഉള്ളൂ ഞാനിങ്ങനെ പിച്ചിയിട്ടിട്ടാ. ബാക്കിയൊക്കെ ഇല അങ്ങനെ ഇട്ടിട്ടാണ്. അങ്ങനെ ഇട്ടുകാണ്ട് വെക്കുമ്പോൾ നല്ല രസമാണ് ചീര തിന്നാൻ. നമ്മൾ അരിഞ്ഞുണ്ടാക്കുന്ന ചീരനേക്കാളും ടേസ്റ്റാണ് നമ്മൾ ഇങ്ങനെ വെക്കുമ്പോൾ. അപ്പം അതൊന്ന് വേവട്ടെ. ഇത് നമ്മളെ എണ്ണിത്തണ്ടാണ് കേട്ടോ, വാഴത്തണ്ട്. അപ്പോൾ ഇതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ കറിയൊക്കെ ഉണ്ടാക്കി കഴിച്ച് നോക്കിയിട്ടുണ്ട്. നമ്മൾ ഉപ്പേരി വെക്കും ഇതൊക്കെ എല്ലാം ഉണ്ടാക്കല്. അപ്പോൾ ഇങ്ങനെ ഒന്ന് കറിയൊക്കെ വെച്ച് ഉണ്ടാക്കി തിന്ന് നോക്കണ്ട. എണ്ണിത്തണ്ട് പറഞ്ഞാൽ അറിയാലോ വാഴത്തണ്ടാണ്. ഇത് നമ്മളെ മുതിരയാണ്. അപ്പോൾ അത് ആ കൊള്ളു അറിയും ഇവിടെ തമിഴാൾക്കാർ, നമ്മൾ മുതിര അറിയും. ഇനി വേറെ കൊടുക്കാൻ എന്താ അതിന് പേര് എന്നറിയില്ല. അപ്പോൾ ഞാനിത് രാത്രി പുതിർത്തി വെച്ചതേന്ന്. അപ്പോൾ രാവിലെ എളുപ്പമുണ്ടാവും നമുക്ക് ഉണ്ടാക്കാൻ. ഇതാ നമ്മളെ ചീര വെന്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് കോഴിമുട്ട ഉടച്ചൊഴിച്ചിക്കാണ്ട് ഇതുപോലെ നമ്മൾ നല്ല വറുത്തെടുത്താലും നല്ല ടേസ്റ്റാണ്. ഇല്ലെങ്കിൽ നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇത്തിരി തേങ്ങ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നല്ല വെന്തിട്ടുണ്ട് കേട്ടോ. ഇത് വേഗം വേവും, നമ്മൾ കുറേ നേരം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതൊന്ന് വെള്ളം ഉണ്ടായില്ല, ഒന്ന് വറ്റട്ടെ. അപ്പോൾ നമ്മൾ എണ്ണിത്തണ്ട് പൊടിയാക്കി നുറുക്കിയതാണ് കേട്ടോ. അത് ആരെണ്ണല്ല, ഇല്ലെങ്കിൽ നമ്മളൊരു കമ്പിയോ ഒരു കൊള്ളിയോ എടുത്തിട്ട് ഇങ്ങനെ ചുറ്റി വെക്കണം. അതിനൊന്നും ആവശ്യമില്ല. അത് നല്ല നന്നായിട്ടുണ്ട്. ഞാൻ ലേശം തേങ്ങ ചിരകിയിട്ടിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് നമ്മളത് റെഡിയായി. നല്ല ടേസ്റ്റാണ്, ഫ്രഷായ ചീരല്ലേ. അപ്പോൾ നമ്മൾ എണ്ണിത്തണ്ട് മുതിരയായിക്ക് കുറച്ച് ഉപ്പിട്ടുകാണ്ട് ഇതൊന്നുകൊണ്ട് വേവിച്ചെടുക്കണം. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിക്കാണ്ട് അതിലേക്ക് അതേമാതിരി കടുകിട്ട് കൊടുത്ത് ഉണക്കമുളകാണ് തീക്കിടേണ്ടത്. അപ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുക കേട്ടോ. ഉണക്കമുളക് ഇട്ട് കൊടുത്ത് കുറച്ച് കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. ഏതും നമ്മൾ തൂമ്പിക്കുമ്പോൾ നല്ല മൂത്ത് വരണം. അപ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റും മണവും നമുക്ക് കിട്ടുള്ളൂ. കുറച്ച് ചെറുള്ളിയും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കണം കേട്ടോ. ഉള്ളി നമ്മൾ തോനിട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്തിനും. അപ്പോൾ നമ്മൾ കുക്കർ തുറന്ന് നോക്കട്ടെ. നമ്മൾ എണ്ണീത്തണ്ട് മുതിരയൊക്കെ വെന്തിക്കണം. നല്ല വെന്ത് വെള്ളം വറ്റിക്കണം കേട്ടോ. കുറച്ചൊരു വെള്ളമുള്ളൂ. അത് നമ്മൾ കുക്കറിൽ എന്ത് വെച്ചാലും നമുക്ക് അങ്ങനെ തന്നെ അല്ല, അതിൽ കുറച്ച് വെള്ളം ഉണ്ടാവുമല്ലോ. അത് ഇനി തീ കിടന്ന് നമ്മൾ തീക്കണ്ട് ഒഴിച്ചാൽ നല്ല അതിലിട്ടിട്ടാണ് നല്ലോണം മൂപ്പിച്ചെടുക്കുമ്പോൾ ആ വെള്ളമൊക്കെ വറ്റിയാൽ അപ്പോഴാണ് ആ ഉപ്പും പുളിയൊക്കെ നല്ല പിടിക്കുള്ളൂ കേട്ടോ. വെള്ളം ഇല്ലാതെ ഇടുമ്പോൾ പറഞ്ഞാൽ ഒരു ടേസ്റ്റ് കിട്ടില്ല. കുറച്ച് വെള്ളത്തോടെ ഇട്ടുകൊണ്ട് അതിൽ എല്ലാം കിടന്നുകൊണ്ട് ഒന്നും കൂടെ വെന്ത് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ കുറച്ച് പാസിപ്പയറാണ് കേട്ടോ, ചെറുപയറാണ്, പച്ചപ്പയർ. അപ്പോൾ അത് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അതും രാത്രി ഇട്ട് വെച്ച് വെക്കൽ തന്നെയാണ്. ഇപ്പോൾ അത് നമ്മൾ പുതിർത്തിയത് അത് കുക്കർക്ക് ഇട്ടുകാണ്ട് അതിലേക്കും കുറച്ച് എണ്ണിത്തണ്ടും കൂടെ ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് 2 പച്ചമുളക് കീറിയതും ലേശം ഉപ്പും പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കണത്.
അപ്പോൾ ഇതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മളിത് വേവാനുള്ള കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിക്കാണ്ട് ഇതാ 2 തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ല ഒന്ന് കുക്കറിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ അത് താളിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, മൺചട്ടിയിലാണ്. അപ്പോൾ വെളിച്ചെണ്ണയും കടുക് ഇട്ടുകാണ്ട് ഇതാ കരിവേപ്പിൻ്റെ ഇലയും ഉണക്കമുളകും ഇട്ട് കൊടുത്ത് ഇതും അതുപോലെ നല്ല മൂപ്പിച്ചെടുക്കണം. അതിക്ക് കുറച്ച് വെളുത്തുള്ളി കുത്തിച്ചതച്ചും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി ഇട്ട് കൊടുക്കുമ്പോൾ ചെറുപയർ കറി ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റുമാണ് ഈ കാരം. അപ്പോൾ അതാ അതുപോലെ തന്നെ കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ചെറുപയർ ഇതാ താളിച്ചീക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ തേങ്ങയാണ് കേട്ടോ, ഒരിത്തിരി തേങ്ങയും നല്ലീരും കൂടെ അരച്ചതാണിത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കുറച്ച് തേങ്ങയും നല്ലീരും അരച്ചിക്കാണ്ട് ഇങ്ങനെ ചെറുപയർ കറിയൊക്കെ വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ അതിക്ക് ആവശ്യത്തിന് ഇതാ മിക്സിൻ്റെ ജാറും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ചുവറ്റിയിട്ട്. അപ്പോൾ ഇതാ നമ്മളത് വെന്തിട്ടുണ്ട് കേട്ടോ അത്. അപ്പം അതും കൂടെ തീക്ക് കൊട്ടിക്കാണ്ട് നല്ല മിക്സ് ചെയ്ത് ഇതിനിപ്പോൾ നമ്മൾ ഒരു തോരൻ മാതിരിയൊക്കെ ഇങ്ങനെ ആക്കിയിട്ട് തിന്നാൽ നമ്മൾ കറി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇതാ മൺചട്ടി ആകുമ്പോൾ എന്താണ് പെട്ടെന്ന് തിളക്കൂട്ടുക. അപ്പോൾ കുറച്ച് പച്ചക്കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തുകൊണ്ട് ഇതാ നമ്മളെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് വന്നിട്ട് നമ്മൾ സ്റ്റവ് ഓഫ് ആക്കിയിട്ടുണ്ട്. മൺചട്ടിയിൽ വെക്കുമ്പോൾ പറഞ്ഞാൽ തിളച്ച് പോവും. അപ്പോൾ ഇനി ഇതൊന്ന് മൂടി വെക്കുക, അത്ര തന്നെ ഉള്ളൂ, ഇതിൻ്റെ പണിയും കഴിഞ്ഞു. ഇതാ നമ്മളെ കറി ചോറ് എല്ലാം ഉച്ചക്കത്തെ റെഡി ആയിട്ടാണ്. നല്ല അടിപൊളി നാരങ്ങ അച്ചാറാണിത്. നാരങ്ങ ഉപ്പിലിട്ടുകാണ്ട് ഞാൻ അച്ചാറിട്ടതാണ് കേട്ടോ. അപ്പോൾ അതായിക്ക് ഇതാ വടകം പൊരിച്ചതും പപ്പടും വെച്ചിട്ടുണ്ട്. നമ്മളിതാ ഉപ്പേരി വിളമ്പിയിട്ടുണ്ട്. ഇതിപ്പോൾ ചെറിയൊരു സദ്യ പോലെ ആക്കിക്കാണ്ട് തിന്നാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇലയിലൊക്കെ ഇങ്ങനെ ഇട്ടുകാണ്ട് വെക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അല്ലേ. ഇങ്ങനെയൊക്കെ 2-3 ഉപ്പേരിയൊക്കെ ഉണ്ടാകുമ്പോൾ പറഞ്ഞാൽ ഇങ്ങനെ ഇലയിലൊക്കെ തിന്നുമ്പോൾ ഒരു സദ്യ തിന്നും പോലെയാണ്. സദ്യ വാങ്ങണമെന്നൊന്നുമില്ലല്ലോ, ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിക്കാണ്ട് ഇലയിൽ തിന്നുമ്പോൾ തന്നെ രസം. എന്താ നമ്മൾ അടിപൊളി കറി, എന്താ മണം എന്നറിയാം. ജീരകവും തേങ്ങയൊക്കെ അരച്ചിട്ട് നല്ല ടേസ്റ്റുള്ള കറി കേട്ടാ. ഇത് ചോറിന് നല്ല നമ്മൾ അപ്പത്തേക്ക് പൊറാട്ടയ്ക്കൊക്കെ തിന്നാൻ പറ്റും, നല്ല കൂട്ടാൻ പറ്റിയ ഒരു കറി കേട്ടാ. പൊറാട്ടയ്ക്കൊക്കെ എന്താ ടേസ്റ്റ് അറിയാം. ഇങ്ങനെ നമ്മൾ എണ്ണിത്തണ്ടും ചെറുപയറും ഇങ്ങനെ കറി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാ 2 മോരുമുളകും വെച്ചു. ഇതുണ്ടല്ലേ ഇരട്ടപ്പഴമാണ്, അതിലത്തെ ഒരു പഴമാണ് പിച്ചിയത്. അപ്പോൾ ഇതാ ഇപ്പോൾ ചെറിയൊരു സദ്യ പോലെ ഉണ്ടാക്കി ഞാൻ ഇങ്ങനെ എണ്ണിത്തണ്ടൊക്കെ വെച്ചിക്കാണ്ട് ഇങ്ങനെ ഉള്ളതും കൊണ്ട് ഓണം പോലെ എന്നൊരു പറച്ചിലുണ്ടല്ലോ, അതാണ് ഇപ്പോൾ ഇന്നത്തെ കൂട്ടാൻ. അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾ ഒന്നും ഇല്ലയെന്നും പറഞ്ഞ് ഇരിക്കണ്ട, എന്തെങ്കിലുമൊക്കെ നുള്ളി പറിച്ച് ഉണ്ടാക്കിക്കാണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കോണ്ടി. നല്ല ടേസ്റ്റാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട്. എന്നും നമുക്ക് ഇറച്ചി മീനും വേണമെന്നൊന്നുമില്ലല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്ന് ചെയ്യണേ.